നമ്മളിപ്പോൾ അമേരിക്കയിലല്ല, യൂറോപ്പിലല്ല, ജപ്പാനിലല്ല, സൗദി അറേബ്യയിലുമല്ല, മരങ്ങാട്ടുപള്ളിയിലെ സഫാരിയുടെ സ്റ്റുഡിയോയിലാണ്. ഇത് വേറെ പരിപാടിയുമല്ല, ഇത് സഞ്ചാരിയുടെ ഡയറിക്കുറിപ്പാണ്. ശൈലിയൊന്ന് മാറി. ഇത് സ്ഥിരമായൊരു മാറ്റമൊന്നുമല്ല കേട്ടോ. ചെറിയൊരു ഇടവേളയിൽ വ്യത്യസ്തമായ രീതിയിൽ ഏതാനും എപ്പിസോഡുകളൊന്ന് ചെയ്തു നോക്കുക. അതിനുവേണ്ടി ഇനി പ്രേക്ഷകർ പറയരുത് പഴയ സഞ്ചാരിയുടെ ഡയറിക്കുറിപ്പായിരുന്നു നല്ലത്, പഴയ സന്തോഷ് ജോർജ് കുളങ്ങരയാണ് വേണ്ടത്. ഇത് സ്ഥിരമായൊരു മാറ്റമൊന്നുമല്ല. ഇത് ഇടയ്ക്കൊരു ചെറിയൊരു പരീക്ഷണം, ഒരു ചെറിയൊരു ബ്രേക്ക്, കുറച്ച് ലൈറ്റായി സരസമായി എൻ്റെ ജീവിതത്തിലെ യാത്രകളുടെ പഴയ കഥകളിലേക്കും ഇടയ്ക്ക് വിട്ടുപോയ കഥകളിലേക്കും ഞാൻ പറയാൻ മറന്നുപോയ ചില കഥകളിലേക്കും ഒക്കെയുള്ളൊരു എത്തിനോട്ടമാണ്. അതിന് എൻ്റെ കൂടെ എൻ്റെ ഒരു സുഹൃത്ത് ഉണ്ട്. നിങ്ങൾക്കൊക്കെ പരിചിതനായ ഒരു സഞ്ചാരിയാണ്, ഫുഡ് വ്ളോഗറാണ്, മാധ്യമപ്രവർത്തകനാണ്. അദ്ദേഹവും ഞാനും കൂടെയുള്ള ഒരു ലളിതമായ സംഭാഷണത്തിലൂടെ ഈ പരിപാടി കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. ഏതാനും എപ്പിസോഡുകൾ തീർച്ചയായും നമ്മൾ സഞ്ചാരി ഡയറിക്കുറിപ്പിൻ്റെ പതിവ് ഫോർമാറ്റിലേക്ക് വരും. അതുകൊണ്ട് ആരും പരിഭവിക്കേണ്ട. അപ്പോൾ നമുക്ക് നമ്മുടെ അതിഥിയെ സ്വാഗതം ചെയ്യാം. അതിഥിയല്ല, നമ്മുടെ സുഹൃത്ത് തന്നെ, ശ്രീ രാജ് കലേഷ്. സ്വാഗതം. നമസ്കാരം. ഞാൻ ആദ്യം കാണുമ്പോൾ എനിക്ക് ഏറ്റവും അസൂയുള്ള ഒരാളാണ്. പലരും പറഞ്ഞിട്ടുള്ള, ലാൽ ചേട്ടന് വരെ, ലാൽ ജോസ് വരെ പറഞ്ഞിട്ടുള്ളത് ആദ്യം കണ്ടപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ അസൂയുള്ള ആളാണ്. ഇത്രയധികം യാത്ര ചെയ്ത ഒരാൾ, യാത്ര മാറ്റിയെടുത്ത ഒരാൾ, യാത്രയെക്കുറിച്ച് സംസാരിക്കുന്ന ഒരാൾ, ഏറ്റവും കൂടുതൽ ആൾക്കാരെ യാത്ര ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ. പണ്ട് കാലം മുതലേ ഞാൻ ഏഷ്യാനെറ്റിൽ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് സഞ്ചാരത്തിൻ്റെ എപ്പിസോഡ് വന്നു കഴിഞ്ഞാൽ ആൾക്കാർ കാണുന്നപ്പോൾ നമ്മളെടുത്തിട്ട് കാണുമായിരുന്നു. നമ്മുടെ ഒരു ടീമുണ്ട്, നമ്മുടെ രാത്രി വർക്ക് ചെയ്യുന്ന മിഡ് നൈറ്റ് ടീമാണ്. നമ്മൾ അന്ന് കല്യാണം കഴിക്കാത്ത പിള്ളേരെയൊക്കെ മിഡ് നൈറ്റിന് ഡ്യൂട്ടി കൊടുത്തിട്ട് നമ്മൾ രാവിലെ 8 മണി വരെ ഡ്യൂട്ടിയാണ്. അപ്പോൾ സഞ്ചാരത്തിൻ്റെ എപ്പിസോഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ ലൈബ്രറിയിൽ നിന്ന് പൊക്കി അത് കൊണ്ട് ആദ്യം കാണുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ അത്രയും നമ്മളെ മനസ്സിൽ സ്വാധീനിച്ചിട്ടുള്ള യാത്രകളുടെ ഒരു ആവേശം മനസ്സിലേക്ക് സഞ്ചാരത്തിൻ്റെ എപ്പിസോഡുകളിൽ നിന്നാണ്. അപ്പോൾ ഇങ്ങനൊരു ഭാഗ്യം ഇപ്പോഴാണ് കൈവന്നത്. എനിക്ക് ഒരുപാട് പേരെ ഇൻ്റർവ്യൂ ചെയ്യാനും പറ്റിയിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഈ എത്തിയത് സിംഹത്തിൻ്റെ മടയിലെന്ന് പറയുന്ന പോലെ ഉസ്താദ് സന്തോഷ് ജോർജ് കുളങ്ങര ഖാൻ ഒരു പിടി മണ്ണ് ഒരിക്കലും ഇല്ല. അപ്പോൾ പിന്നെ എൻ്റെ ഒരു ചോദ്യം ആദ്യം കാണുമ്പോൾ ചോദിക്കണമെന്ന് വിചാരിച്ചൊരു ചോദ്യം, ഈ സ്പൾബർ എന്നുള്ള വാക്ക് ശരിക്കും അയാളുടെ പേര് തന്നെയാണോ, അതോ ആ ഒരു യാത്രയ്ക്ക് ഇതിന് വേണ്ടിയിട്ട് പുള്ളിക്ക് കൊടുത്ത പേരാണോ? ശരിക്കും പുള്ളിയുടെ പേര് അത് തന്നെയാണോ? ഞാൻ ഈ ലോകത്തെവിടെ യാത്ര ചെയ്യുമ്പോഴും, ഇപ്പോൾ ഈ അടുത്ത കാലത്തൊക്കെ യാത്ര ചെയ്യുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ മലയാളികളെ കണ്ടുമുട്ടും. ചില ദിവസങ്ങളിലൊക്കെ അവരെന്നെ കാറിൽ കൊണ്ടുവിടും. അപ്പോൾ അവർ തന്നെ പരസ്പരം പറയുന്നുണ്ട്, ഞാൻ ഇദ്ദേഹത്തിൻ്റെ കൂടെയാണ്, ഞാനാണ് ഇന്നത്തെ സ്പൾബർ. അത് ശരിക്കും സ്പൾബർ ഒരു മനുഷ്യൻ ഉള്ളതാകട്ടോ. അയാൾ ലേയിലുള്ള ഒരു മനുഷ്യനാണ്, വേറെ വിദേശത്തുനിന്നുള്ളതല്ല. ലേയിൽ ഞാൻ ലഡാക്കിലൂടെയുള്ള യാത്ര നടത്തുമ്പോൾ അവിടെ നിന്നൊരു ദിവസം ടാക്സി വിളിച്ചപ്പോൾ ഹോട്ടലുകാർ അറേഞ്ച് ചെയ്ത് തന്ന ഒരു ടാക്സിക്കാരനാണ് സ്പൾബർ. പക്ഷേ എനിക്ക് അന്ന് അതൊരു വലിയ അസ്വാഭാവികമായ പേരായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ അനീഷ് അതിനെ ശബ്ദത്തിൽ സ്പൾബർ എന്ന് പറയുമ്പോൾ ആ ശബ്ദത്തിലും ആ ടോണിലൂടെ പറഞ്ഞു കഴിഞ്ഞപ്പം ആളുകൾക്കത് രസമായിട്ട് തോന്നി. രസമായി തോന്നി എന്നുള്ളതിനേക്കാൾ പിന്നെ അതിൻ്റെ കുറേ മിമിക്രി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഇത് ആളുകളുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറിയത്. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി സ്പൾബർമാർ ഇന്ന് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്, വിദേശങ്ങളിലുണ്ട്. ലോകത്ത് എവിടെ ചെന്നാലും ഇപ്പോൾ കുറേ സ്പൾബർമാർ നമ്മുടെ യാത്രകളിലേക്ക്, കാഴ്ചകളിലേക്ക് കൊണ്ടുപോകാനുണ്ട്. ശരിക്കും എൻ്റെ ഉള്ളിലേക്ക് ഈ യാത്രയുടെ ഇത് ഇട്ട് തരുന്ന 2 പേര്, വെള്ളമൊക്കെ ഒഴിച്ചു തരുന്ന ആൾക്കാർ, ഒന്ന് സന്തോഷ് ജോർജ് കുളങ്ങരയും ഒന്ന് SK പൊറ്റക്കാടുമാണ്. 2 പേരാണ് ഇപ്പോഴും നമ്മുടെ ഈ യാത്രയുടെ ദൈവങ്ങളെന്ന് പറഞ്ഞിട്ട് എൻ്റെ മനസ്സിലുള്ള. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് എപ്പിസോഡുകൾ കാണുകയും ആ എപ്പിസോഡുകൾ പോകുന്നതിനനുസരിച്ച്, അപ്പോൾ നമ്മുടെ ഒരു സ്ഥിരം ശീലമായിരുന്നു. ഫ്രീ ടൈമിലൊക്കെ നമ്മൾ സഞ്ചാരത്തിൻ്റെ എപ്പിസോഡ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പൊക്കിക്കൊണ്ട് വന്നിട്ട് അത് കാണുമായിരുന്നു. സഞ്ചാരത്തിൻ്റെ ടീം ഇപ്പോഴും അത് മാറ്റമില്ലാതെ ആ ശബ്ദം അങ്ങനെ തന്നെ പോകുന്നു, ആ സ്ക്രിപ്റ്റിംഗ് അങ്ങനെ തന്നെ. ഇതിനകത്ത് നമ്മൾ ഏറ്റവും എഡിറ്റിംഗ് ഇന്ന് വരെ മാറിയിട്ടില്ല. താങ്കൾ തന്നെയാണ് എഡിറ്റിംഗ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ആ എഡിറ്റിംഗ് അങ്ങനെ ഇപ്പോഴും? ഇപ്പം നല്ല തിരക്കായി, ഇപ്പോൾ സ്വന്തമായിട്ട് ചാനലുണ്ട്, ഒരുപാട് സ്റ്റാഫുകളുണ്ട്, അവരെ വെച്ചിട്ട് ചെയ്തൂടെ? അല്ല, ഇത് വളരെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഈ സഞ്ചാരം എഡിറ്റ് ചെയ്യുക അല്ലെങ്കിൽ എൻ്റെ പ്രോഗ്രാമിൻ്റെ പിന്നിലെ പ്രവർത്തനം വേറൊരാളെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. ഒരു മനുഷ്യന് ഏറ്റവും ആസ്വദിക്കുന്ന ഒരു ജോലി, ഇപ്പം നിങ്ങളൊരു നല്ലൊരു സിനിമ കാണാൻ രാത്രി 1 മണിക്കാണ് ടിക്കറ്റ് കിട്ടുന്നതെങ്കിൽ കാണും, 3 മണി വരെ ഇരിക്കുമോ? ഇരിക്കും.
എനിക്ക് അതിനേക്കാൾ ആവശ്യം സഞ്ചാരം എഡിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ മിക്സ് ചെയ്യുക. നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കുന്നു, ഭാര്യ പ്രസവിക്കാൻ കയറിയിരിക്കുന്നു, ഇനി 12 മണി ഇനി ഉറങ്ങിയേക്കാം, ഇനി രാവിലെ കുഞ്ഞുണ്ടാകുന്ന ഉണ്ടാകട്ടെ നോക്കൂ. ഇത് എന്റെ കുഞ്ഞ് ജനിക്കാൻ പോവാ, അവിടെ ഞാൻ വേണം ഇരിക്കാൻ. അപ്പൊ ഇത് എന്റെ കുഞ്ഞാണ്, ഈ കുഞ്ഞ് ജനിക്കുന്നത് എന്റെ കൈക്കകത്താ വേണ്ടത്. 2, ഇത് ലോകം മുഴുവനുള്ള ലക്ഷക്കണക്കിന് സഞ്ചാരം പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുന്ന, അവരാഗ്രഹിക്കുന്ന ഒരു സഞ്ചാരമാകണമെങ്കിൽ അതിൻ്റെ പിന്നിൽ വലിയൊരു എഫേർട്ടുണ്ട്. ട്രാവലോഗുകൾ ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്, എങ്ങനെ വേണമെങ്കിലും ട്രാവലോഗ് ചെയ്യാം. ഇപ്പം നിങ്ങൾ നോക്കൂ, ഇന്നത്തെ വ്ളോഗ് ചെയ്യുന്ന ആളുകൾ പോലും പ്രശസ്തരായ, അത്യാവശ്യം നല്ല വ്യൂവർഷിപ്പ് റെഗുലർ ആയിട്ടുള്ള വ്ളോഗേഴ്സ് നോക്കൂ, അവരുടെ വ്ളോഗ് അവർ തന്നെ എഡിറ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? ഞാനിപ്പോൾ ഐസ്ലാൻഡിൽ പോയി, ഐസ്ലാൻഡിലെ കാഴ്ചകൾ കുറേ ഷൂട്ട് ചെയ്തുകൊണ്ട് വന്നു. ഈ ഷൂട്ട് ചെയ്ത് കൊണ്ടുവന്ന സംഭവം, ആ കണ്ടന്റ് ഏറ്റവും മിടുക്കനായ ഒരു എഡിറ്റർ ഉണ്ടെന്നിരിക്കട്ടെ, അവനെ ഏൽപ്പിച്ചാൽ അവൻ അതിന് ആ കഥ, നിങ്ങൾ ഈ കേൾക്കുന്ന ക്രമത്തിലൊരു കഥയോടുകൂടി, അത് ഈ ആളുകൾ വിചാരിക്കുന്നത് ഞാൻ ഈ പറഞ്ഞിടുകയാണെന്ന് അവിടുന്ന് അല്ല, ഒരു കഥയും പശ്ചാത്തലത്തിൽ ഇല്ലാത്ത കുറേ വിഷ്വൽസ് മാത്രം എടുത്തുകൊണ്ട് വരുന്നത്. ഇവിടെ വന്നിട്ട് എൻ്റെ മനസ്സിലുള്ള ആ കഥയ്ക്കനുസരിച്ച് വേണം ഇതിനെ എഡിറ്റ് ചെയ്ത് വിഷ്വൽസ് ജോയിൻ ചെയ്തൊരു കഥയാക്കാൻ, വിഷ്വൽ സ്റ്റോറി ഉണ്ടാക്കാൻ. ഐസ്ലാൻഡ് എൻ്റെ ടീമിൽ ഒരാളും കാണുന്നില്ല, അവരൊക്കെ ഇവിടെ ഇരുന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഞാനാണ് 3-4 ദിവസത്തേക്ക് ഐസ്ലാൻഡിൽ പോയിട്ട് ആ സ്ഥലത്തൂടെ കടന്നു പോകുന്നത്. റെയ്ക്യാവിക് എന്ന് പറഞ്ഞ പട്ടണത്തിലേക്ക് ചെന്നിറങ്ങുന്നു. റെയ്ക്യാവിക് എന്ന് പറയുന്ന അവരുടെ തലസ്ഥാന നഗരത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം ഉള്ളിലേക്കുള്ള ഒരു പാതയിലൂടെ പോയിട്ട് ഒരു ചൂട് നീരുറയുള്ള ഒരു പൂളിലേക്ക് പോകുന്നു. അവിടെ ചെല്ലുമ്പം ആളുകളെ കാണുന്നു. അങ്ങനെ ആ കാണുന്ന കഥ എങ്ങനെയാണ് അതിൻ്റെ റഷ് ഇരിക്കുന്നത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരാൾക്കും ഒന്നും മനസ്സിലാവില്ല, ഒന്നും മനസ്സിലാവില്ല. കാരണം കുറേ വെള്ളം, പൂള്, ആളുകൾ നീന്തുന്നു, അവിടെ ഒരു റെസ്റ്റോറൻറ്റ്, കുറച്ച് പേര് ഭക്ഷണം കഴിക്കുന്നു, കുറേ പേര് നടക്കുന്നു, കുറേ പേര് തിരിച്ചു വരുന്നു, കുറേ പേര് അവിടെ ബാറിൽ നിന്ന് മദ്യം മേടിച്ചുകൊണ്ട് പോകുന്നു. ഇങ്ങനെ കുറേ വിഷ്വൽസ്. ഇതിനൊരു കഥ പോലും ഇല്ല വേറെ ആരുടെയും കയ്യില്. ആ കഥ എൻ്റെ മനസ്സിലേ ഉള്ളൂ, എന്താണ് അവിടെ സംഭവിച്ചതെന്ന് എനിക്കേ അറിയുള്ളൂ. അപ്പം ഞാൻ വേണം ആ ക്രമത്തിൽ അതിനനുസരിച്ച് വിഷ്വലിനെ അടുക്കി, അത് ഓരോ വിഷ്വലിനും എത്ര ലെങ്ത് വേണമെന്ന് തീരുമാനിക്കാൻ. നിങ്ങൾക്ക് സിനിമയുടെ പോലെ ഒരു തിരക്കഥ കയ്യിലുണ്ടെങ്കിൽ, ആ തിരക്കഥ വെച്ചാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ആർക്കും എഡിറ്റ് ചെയ്യാം. അതിനകത്ത് ഷോർട്ട് നമ്പർ ഉണ്ട്, സീൻ നമ്പർ ഉണ്ട്, അതനുസരിച്ച് ജോയിൻ ചെയ്താൽ മതി. ഇത് ഈ കഥ ഉണ്ടാക്കേണ്ട എഡിറ്റിംഗ് ടേബിളല്ല. ആ എഡിറ്റിംഗ് ടേബിളെ കഥ ഉണ്ടാക്കണമെങ്കിൽ ഇത് അനുഭവിക്കാത്ത ഒരാൾക്കും ചെയ്യാൻ പറ്റില്ല. ഇതാണ് സത്യം. ഇതതിന്റെ ടെക്നോളജി അറിയുന്ന ആളുകൾക്ക് അറിയുള്ളൂ. എന്നാൽ മറ്റേതെങ്കിലും പരിപാടിക്ക്, സഫാരിയിലെ 10-13 പരിപാടി വേറെ ഉണ്ട്, ഇതൊന്നും ഞാനല്ലേ പോയിരുന്ന് എഡിറ്റ് ചെയ്യുന്നത്. അതിവിടുത്തെ പിള്ളേര് എഡിറ്റിങ്ങിന് വിദഗ്ധന്മാരായ ആളുകളുണ്ട്, അവര് ചെയ്യും. സഞ്ചാരം എന്റെ കഥയാണ്, ഞാൻ പറയേണ്ട കഥയാണ്. ഈ സഞ്ചാരിയുടെ എയർക്കുറിപ്പ് വേറൊരാളെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റുമോ? എന്ന് പറഞ്ഞാൽ തന്നെ ഉള്ളൂ. സഞ്ചാരിയുടെ എയർക്കുറിപ്പ് പോലും എഡിറ്റ് ചെയ്യുന്ന ഞാനാ. എന്തുകൊണ്ടാത്? ആ എഡിറ്റിംഗ് എന്ന് പറയുന്നത് വിഷ്വൽ എഡിറ്റിംഗ് അല്ല, കണ്ടന്റ് എഡിറ്റിംഗ്. ഇപ്പൊ ഞാൻ പറഞ്ഞതിലെ ചില തെറ്റുകൾ ചിലപ്പോൾ വരാം, ഞാൻ പറഞ്ഞതിലെ പ്രയോഗ തെറ്റുകൾ വരാം, ഞാൻ പറഞ്ഞു പോയതിലെ ചിലത് എനിക്ക് തന്നെ പിന്നെ കാണുമ്പോൾ തോന്നുന്നു അത് പറയേണ്ടിയിരുന്നില്ല, തെറ്റിദ്ധരിക്കപ്പെടാം, അല്ലെങ്കിൽ അത് ആവശ്യമില്ലാത്ത ഒരു വിമർശനം ക്ഷണിച്ചു വരാം. അപ്പൊ വീണ്ടും ഞാനിരുന്ന് കണ്ടിട്ട് ഇതിനെ ട്രിം ചെയ്യണം, കറക്റ്റ് ചെയ്യണം. തന്നെയുമല്ല, സഞ്ചാരിയുടെ എയർഗ്രൂപ്പ് ഞാൻ ഷൂട്ട് ചെയ്യുന്ന 40-45 മിനിറ്റാണ്. ഈ 45 മിനിറ്റ് ഷൂട്ട് ചെയ്ത് വെക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ കോമ്പാക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ ഇതിൻ്റെ ടെക്നിക്കുകളാണ്. ഈ 45 മിനിറ്റ് ഷൂട്ട് ചെയ്തതിനെയാണ് ഞാൻ പിന്നീട് 28, 29, 30 മിനിറ്റ് ആയിട്ട് കുറച്ചെടുക്കുന്നത്. അപ്പോൾ ഈ പാൽപ്പായസം ഉണ്ടാക്കുന്ന പോലെയാ. സഞ്ചാരിയുടെ എയർക്കുറിപ്പ് എനിക്കും തെറ്റിപ്പോകാറുണ്ട്, പറയുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്. പക്ഷേ ആ എഡിറ്റിങ്ങിൽ ഞാൻ അതിനെ ട്രിം ചെയ്ത് അതൊരു 30 മിനിറ്റിലേക്ക് 45 മിനിറ്റിനെ ഒതുക്കുമ്പോൾ അത് ഫാസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു പരിപാടിയായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു. അപ്പൊ ഇതൊക്കെ ചേർന്ന് ടെക്നോളജി പഠിച്ചിട്ടാണ് ഞാൻ ഈ പണിക്ക് ഇറങ്ങിയത് തന്നെ. ഞാൻ എന്തുകൊണ്ട് എഡിറ്റ് ചെയ്യുന്ന ചോദിക്കുന്നത്, ഞാനൊരു കുത്തക മുതലാളി എന്തിനാ 10 ആളുകൾ വെച്ച് ജയിച്ചാൽ പോലെ എന്നുള്ള ചിന്തയില അല്ല സാറേ. ഞാൻ ഈ പണി തന്നെ ചെയ്ത് തുടങ്ങിയ ആളാ. ഞാൻ പഠിച്ചത് ഈ വിഷയമാണ്. എനിക്ക് പാഷൻ ഇതായതുകൊണ്ടും എനിക്ക് ഈ പണി ചെയ്യാൻ വേണ്ടിയും തുടങ്ങിയതാണ് ഞാൻ ഈ ചാനല്. എനിക്ക് ഈ പണി രസിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ചാനലിൽ പോയി നിൽക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് സ്വന്തം ചാനൽ തുടങ്ങിയ ആളാണ്. നിങ്ങൾ BMW കാറ് ഡ്രൈവിങ്ങിനോടുള്ള പാഷന്റെ പുറത്ത് മേടിച്ചിട്ട് ഡ്രൈവറെ വെച്ച് ഓടിച്ചിട്ട് പുറകിലിരിക്കുന്ന ആളായ പോലെയാ. അല്ലെങ്കിൽ ഫെറാരി മേടിച്ചിട്ട് നിങ്ങൾ എന്തിനാ മേടിച്ചത്? ഡ്രൈവിങ്ങിന്റെ പാഷൻ ആസ്വദിക്കാനാ. എന്നിട്ട് ഡ്രൈവറെ വണ്ടിയും കൊടുത്തു വിട്ടും. എനിക്കിതൊരു പ്രണയമാണ്. ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു കുട്ടിയെ പ്രണയിക്കുന്നു, ദീർഘകാലമായിട്ട് പ്രണയിച്ച് വിവാഹം കഴിച്ചിട്ട് ആദ്യ രാത്രി വേറെ വല്ലവൻ്റെ കൂടെ വിടുവോ? ഇതെന്റെ പ്രണയമാ. സഞ്ചാരം, സഫാരി, ഇതിലെ ഓരോ പരിപാടിയും ഇതിന്റെ എല്ലാ രാത്രികളും എന്റെ കൂടെ തന്നെ ആയിരിക്കണം. സഞ്ചാരം, സഫാരി വേറൊരുത്തിന് ഷെയർ ചെയ്യാൻ ഞാൻ കൊടുക്കില്ല. അടിപൊളി.
എനിക്ക് ഈ ഇതിനു മുമ്പും ഞാൻ ഇതാണ് പഠിച്ചതെന്ന് പറഞ്ഞപ്പം സഞ്ചാരം തുടങ്ങുന്നത് തൊട്ടുള്ള സന്തോഷ് ജോർജ് കുളങ്ങരയാണ് നമുക്കൊക്കെ അറിയുന്നത്. സഞ്ചാരം തുടങ്ങിയതിന് ശേഷം ക്യാമറയുമായിട്ട് അതിൻ്റെ എഡിറ്റിങ്ങുമായിട്ട്. ഇതിന് മുമ്പ് സന്തോഷ് ജോർജ് കുളങ്ങര എന്തായിരുന്നു? ഈ സഞ്ചാരത്തിന് മുമ്പ്, ആ സഞ്ചാരത്തിന് മുമ്പുള്ള സന്തോഷ് ജോർജ് കുളങ്ങരെ എനിക്ക് പേഴ്സണലി അറിയില്ല. പലർക്കും അറിയില്ല. സന്തോഷ് ജോർജ് കുളങ്ങര ഞാൻ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴായിട്ട്. പക്ഷേ ഞാൻ മാധ്യമത്തിൽ പ്രവർത്തിക്കാൻ, വിഷ്വൽ മീഡിയയിൽ പ്രവർത്തിക്കാൻ വേണ്ടി മാത്രം ജീവിച്ച ആളാണ്. അതായത് നമുക്കൊരു ബോധം ഉണ്ടാവുമല്ലോ ഒരു പ്രായത്തിൽ, എനിക്ക് ഈ മേഖലയാണ് വേണ്ടത്. 9ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ദൂരദർശൻ കത്തി നിൽക്കുന്ന സമയമാണ് കേരളത്തിൽ. ഈ സോഷ്യൽ മീഡിയ വളർന്നു എന്ന് പറഞ്ഞ പോലെ ദൂരദർശൻ വളരുകയും രാജ്യം മുഴുവൻ. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ടി വിയിൽ മുഖം കാണിക്കണം. 8ാം ക്ലാസ് തൊട്ടുള്ള എൻ്റെ ആഗ്രഹം. എനിക്ക് മുഖം കാണിക്കാനായിരുന്നില്ല താല്പര്യം, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന, അതിൻ്റെ സർവ്വ മേഖലയിലും പ്രവർത്തിക്കുന്ന ഒരാളാവണം. ആ ആഗ്രഹമായിട്ട് ഒരു 9ാം ക്ലാസ്സിൽ 10ാം ക്ലാസ്സിൽ പഠിക്കും മുതൽ ഞാനിത് ഡ്രീം ചെയ്യാൻ തുടങ്ങും. ഡ്രീം ചെയ്യാന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് ബന്ധമുള്ള ആരെയെങ്കിലും കണ്ടാൽ, അതായത് ഏതെങ്കിലും ടെലിവിഷൻ വേണ്ട, പാലായിലെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ അതിനോട് ചേർന്ന് പണ്ടൊരു സ്റ്റുഡിയോ ഉണ്ട്, ഒരു വീഡിയോഗ്രാഫി ചെയ്യുന്ന സ്റ്റുഡിയോ, സാംസൺ സ്റ്റുഡിയോ എന്നാണ് അതിൻ്റെ പേര്. ഈ സാംസൺ സ്റ്റുഡിയോയുടെ ഒരു ഭിത്തി, പുറത്തെ ഭിത്തിയിൽ വലിയൊരു പിക്ചറുള്ള ഒരു വീഡിയോ ക്യാമറയുടെ പടമാണ്. നിങ്ങൾ വിശ്വസിക്കില്ല, ഞാൻ പാലായിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് പോയാൽ, ഞാൻ ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് അമ്മ പല കാര്യം സാധനം മേടിക്കാനോ ആശുപത്രിയിൽ പോയി മരുന്ന് വാങ്ങാനോ എന്തിനൊക്കെ പാലായിൽ പോകണം. അപ്പോൾ ഈ ബസ് സ്റ്റാൻഡിൽ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഒരു മണിക്കൂറെങ്കിലും ഈ വീഡിയോ ക്യാമറയുടെ പടം കണ്ടുകൊണ്ട് നിൽക്കുമായിരുന്നു. ശരി. ഈ വീഡിയോ ക്യാമറയുടെ പടം കണ്ടുകൊണ്ട് വന്നിട്ട് അതിനകത്ത് ഈ ബട്ടൺ എന്താണ്, ആ ബട്ടൺ എന്തായിരിക്കും, അതിൻ്റെ ലെൻസ് എന്താണ്, ഇതിങ്ങനെ എനിക്ക് ഈ വീഡിയോ ക്യാമറയുടെ പടം കണ്ടുകൊണ്ട് നിൽക്കുന്നത് ഹരമായിരുന്നു. നിങ്ങൾ വിശ്വസിക്കില്ല, ഈ വീഡിയോ ക്യാമറ അന്ന് കാണാൻ പോലും കിട്ടില്ല. ഒരു വീഡിയോ ക്യാമറ കയ്യിലുള്ള ആള് ഏതെങ്കിലും കല്യാണത്തിനോ മറ്റോ വന്നാൽ അവൻ്റെ പുറകിൽ നിന്ന് ഞാൻ മാറില്ല. അവൻ എന്ത് ചെയ്യുന്നു, അന്ന് ഈ കല്യാണം വീഡിയോ മാത്രമേ മരങ്ങാട്ടുള്ളിക്കാരന് കാണാനുള്ള യോഗമുള്ളൂ, അല്ലാതെ ഹ്യൂമാനിറ്റിക്കുള്ള സാധനമൊന്നും ഇല്ലല്ലോ. അപ്പോൾ അന്ന് മുതൽ അത് കഴിഞ്ഞ് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് എൻ്റെ ചേച്ചിയുടെ കല്യാണം നടക്കുന്നത്. അപ്പോൾ അന്നൊരു വീഡിയോഗ്രാഫിയൊക്കെ ഉണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് ഈ കാസറ്റ് മേടിക്കാൻ ഞാൻ പലതവണ ഫാദറിൻ്റെ അടുത്ത് ഞാൻ പോയി മേടിച്ചിട്ട് വരാം. അത് കടുത്തുരുത്തിലാണ് ചെയ്യുന്നത്, ജോയി സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റുഡിയോ. ഇതവരെയൊക്കെ ഞാനിപ്പോൾ കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട്, ജോയി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം ഇത് എഡിറ്റ് ചെയ്ത് തീർന്നിട്ടില്ല. അന്നത്തെ പ്രിമിറ്റീവായ എഡിറ്റിംഗ് എക്യുപ്മെന്റ്സ് ഒക്കെയാണ്. അന്ന് ഒത്തിരി എഫക്ട്സ് ഒക്കെ ഇടുമല്ലോ, ഇങ്ങനെ വധു ഇങ്ങനെ കറങ്ങി പോകുന്നു, ഇങ്ങനെ കറങ്ങി മൊസൈക്ക് എന്നൊക്കെ പറഞ്ഞ ടെക്നിക്കുകൾ, മഴവില്ല്, വൈപ്പുകൾ പലതരം. അപ്പോൾ അതിനൊക്കെയുള്ള ചില എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ കൗതുകത്തോടെ ഇയാളുടെ പുറകിലിരുന്ന് ഞാൻ ഇന്ന് കാണും. ഈ 2 ക്യാമറയൊക്കെ വെച്ചിട്ട്, ക്യാമറയിൽ നിന്നാണ് ഒരു സോഴ്സൊക്കെ, എന്നിട്ട് മിക്സ് ചെയ്യുന്നത്, എഡിറ്റ് ചെയ്യുന്നതൊക്കെ. ഇതൊക്കെ ഡിഗ്രി കാലത്തും വലിയ ആവേശമാണ്. ഇതിനു മുമ്പ്, ഈ ഡിഗ്രിക്ക് മുമ്പ് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴത്തേക്ക് എനിക്ക് ഇതിൻ്റെ പ്രാന്തങ്ങ കയറി. അതായത് ടെലിവിഷനിൽ പോയേ പറ്റൂ, ടെലിവിഷനിൽ പ്രവർത്തിച്ചേ പറ്റൂ. അപ്പോൾ ഈ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണെന്ന് എനിക്ക് തോന്നുന്നു, അന്ന് അഭിജ്ഞാന ശാകുന്തളം പഠിക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗമേ ഉള്ളെന്ന് എൻ്റെ ഓർമ്മ. ഞാൻ പാലായിക്ക് പോയി, പാലായിലെ ഒരു ബുക്ക് സ്റ്റോളിൽ ചെന്ന് ശാകുന്തളത്തിൻ്റെ മലയാളത്തിലുള്ള 3ഓ 4ഓ വേർഷൻ വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അന്ന് രാമായണവും മഹാഭാരതവും ഒക്കെ അങ്ങനെ കത്തി നിൽക്കുന്ന സമയം, അതങ്ങ് കഴിഞ്ഞെന്ന് തോന്നുന്നു. ആ സമയത്ത് ഞാൻ തീരുമാനിച്ചു, ഞാൻ മലയാളത്തിൽ ശാകുന്തളം സീരീസ് ആയിട്ട് ഇറക്കും. പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്നവനാണ്, അതായത് ഇന്നത്തെ +1. അതെ, ഞാനത് മനസ്സിൽ ഇത് എങ്ങനെ ചെയ്യും ഇതെല്ലാം പ്ലാൻ ഇട്ടു. അപ്പോൾ അന്ന് ഞങ്ങൾക്ക് പ്രസ്സുണ്ട്, ലേബറിൻ്റെ ആരംഭിച്ചിരിക്കുന്ന കാലം. ഫാദർ അതിൽ സജീവമാണ്. അപ്പോൾ എന്നെയും ഇവിടെ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. കാരണം ഒരു 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ മുതൽ പ്രസ്സിലാണ് എൻ്റെ ജോലി, വീട്ടിൽ വിടില്ല. അപ്പോൾ ലേബറിൻ്റെ വയ്യ വളർന്നു വരുന്ന സമയമാണ്. അപ്പോൾ ഫുൾ ടൈം ഞാനിവിടെ നിൽക്കണം. ഫാദർ പല ദിവസങ്ങളിലുണ്ടാവും, ചില ദിവസം അദ്ദേഹം വീട്ടിൽ പോകും. പക്ഷേ 24 hours ക്ലാസ്സിൽ പോകുന്നില്ലാത്തപ്പോൾ ഞാൻ ഇവിടെയാണ് കിടക്കുന്നത്. പ്രസ്സിലെ നൈറ്റിലെ വർക്കുകൾ സൂപ്പർവൈസ് ചെയ്യണം. നൈറ്റിൽ ഒരു ഷിഫ്റ്റ് ചിലപ്പോൾ പ്രിന്റ് ചെയ്യണം. പ്രിന്റിംഗ് ഒക്കെ എനിക്കറിയാം, എല്ലാ പണിയും നമുക്കറിയാം പ്രസ്സിലെ. അപ്പോൾ അവിടെ പ്രസ്സിൽ സിനിമയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു ഡെന്നി ഫിലിംസ് എന്ന് പറയുന്ന കോട്ടയത്ത് ഒരു ഫിലിം കമ്പനിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു മാത്യു ഉണ്ട്. അപ്പോൾ മാത്യുവിനോട് ഞാൻ സംശയം ചോദിക്കും, ഇതെങ്ങനെയാണ് മാത്യു ഇത് ഷൂട്ട് ചെയ്യുന്നത്, എത്ര തവണയാണ് ഇത് റിഹേഴ്സൽ എടുക്കുന്നത്. അപ്പോൾ മാത്യുവിൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് മാത്യുവിന് ഇത് കണ്ടിട്ടുണ്ട് ഷൂട്ടിംഗ് എങ്ങനെയാന്ന്. ഷൂട്ടിംഗ് കണ്ടിട്ടുള്ള ഒരാളെ എനിക്ക് അന്ന് ആരാധനയാണ്. അപ്പോൾ അയാളോടാണ് ഇതൊക്കെ എങ്ങനെയാണെന്ന് ചോദിക്കുന്നത്. പ്രായമുള്ള ആളാണോ? അന്ന് എന്നെക്കാൾ ഒരു 10-20 വയസ്സിൻ്റെ മൂപ്പുള്ളയാളാണ്. അന്നൊരു 40-45 വയസ്സൊക്കെ കാണുമായിരിക്കും അന്ന്. അപ്പോൾ പുള്ളി കുറച്ചു കാലം ആ ഡെന്നി ഫിലിംസ് വർക്ക് ചെയ്തു. പുള്ളി മുഴുവൻ നേരൊന്നും ആയിരിക്കില്ല, എനിക്ക് ഞാൻ മണ്ടനാണല്ലോ ഇതിനകത്ത്, അപ്പോൾ എന്ത് പറഞ്ഞാലും വിശ്വസിക്കും എന്നുള്ളത് കൊണ്ട് പുള്ളി കുറച്ച് കൈ നിട്ടിട്ടുണ്ട്, അതെനിക്കും അറിയാം. പക്ഷേ എന്നാലും പുള്ളിക്കുള്ള ഈ പരിചയം കാരണം പുള്ളിയോട് നിരന്തരം നമ്മൾ ഈ കഥകൾ ചോദിക്കുന്നത്, എങ്ങനെയാണ് സിനിമ എടുക്കുന്നത്, എങ്ങനെയാണ്.
അപ്പം നമുക്ക് ഈ മറ്റു വിവരങ്ങളൊന്നും കിട്ടാൻ ഈ മരങ്ങാട്ടുള്ളി വേറെ വഴിയില്ല. ഇതുമായിട്ട് ബന്ധമുള്ള ഒരാളെ നമുക്കിവിടെ പരിചയമില്ല. അങ്ങനെ അവസാനം ഞാൻ തോമസ് പാല എന്ന് പറഞ്ഞ അന്നൊരു ഹാസ്യ സാഹിത്യകാരനുണ്ട്, ഈ കോട്ടയം വാരികളിലൊക്കെ നർമ്മ നോവലുകൾ എഴുതുന്ന ഒരാളാണ്. പാലായിലാണ് അദ്ദേഹം ഒരു അധ്യാപകനാണ്. അപ്പം ഞാൻ നോക്കിയിട്ട് ഈ പരിസരത്ത് ഇയാളെ ഉള്ളൊരു എഴുത്തുകാരൻ തോമസ് പാല അദ്ദേഹത്തെ പോയി കണ്ടു. അദ്ദേഹത്തെ കണ്ടപ്പോഴേ അദ്ദേഹം ഒരു ചിരി. അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഞാൻ ആദ്യം പോയി കാണുന്നത്. വീടൊക്കെ കണ്ടുപിടിച്ച് പോയി. അവിടെ ചെന്ന് പറഞ്ഞു ഞാനിങ്ങനെ ഇന്നയാളാണ്. പറഞ്ഞു വന്നപ്പോൾ പുള്ളിക്ക് എൻ്റെ പേരൻസിനെയൊക്കെ അറിയാം. കാരണം എൻ്റെ അമ്മ അധ്യാപികയാണ്. അപ്പോൾ അമ്മയും മലയാള അധ്യാപികയാണ് മരങ്ങാട്ടുള്ളി ഹൈസ്കൂളിൽ. ഇദ്ദേഹം ഒരു മലയാള അധ്യാപകൻ. അപ്പോൾ ഇവർക്കൊക്കെ തമ്മിൽ പരിചയമുണ്ടല്ലോ. പിന്നെ എൻ്റെ ഫാദറിനെ അറിയാം. അദ്ദേഹം പാരലൽ കോളേജൊക്കെ നടത്തുന്നു. ഒത്തിരി ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. അവിടെ പറഞ്ഞു നീ വീട്ടിലൊക്കെ പറഞ്ഞിട്ടാണോ ഇറങ്ങി? ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, അവർക്കൊക്കെ ഇത് വലിയ ഇഷ്ടമാണ് എന്നൊക്കെ ഞാനങ്ങനെ അടിച്ചു വിട്ടു. അങ്ങനെ പുള്ളിയെ കൊണ്ട് ഞാൻ തിരക്കഥ എഴുതിച്ചു. ശാകുന്തളത്തിൻ്റെ ആദ്യത്തെ. അപ്പോൾ ദൂരദർശനിലേക്ക് ഒരു കത്തയച്ച ആദ്യം ഞാനിങ്ങനെ ഇങ്ങനെ ഒരു ശാകുന്തളം എന്നൊരു പരമ്പര ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ അവർ പറഞ്ഞു ആദ്യത്തെ ഒരു എപ്പിസോഡിൻ്റെ സ്ക്രിപ്റ്റ് എഴുതണം, പിന്നെ വരാനിരിക്കുന്ന എപ്പിസോഡുകളുടെ സിനോപ്സിസ് വേണം, ഇങ്ങനെ പല കാര്യങ്ങൾ പുള്ളിയെ കൊണ്ട് എഴുതിക്കുന്നു. അപ്പോൾ പുള്ളിക്ക് കുറച്ച് ബന്ധങ്ങൾ തിരുവനന്തപുരത്തുള്ളതാകപ്പാടെ ആകാശവാണിയിലാണ്. ആകാശവാണിയിൽ പുള്ളി ഇടയ്ക്ക് പോയി കഥ അവതരിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന പേരിൽ ആകാശവാണിയിൽ ആൾക്കാർ അവിടെ ആരൊക്കെയോ അന്ന് എസ് വേണുവൊക്കെ ആകാശവാണിയിൽ നിന്ന് വഴിയെ ദൂരദർശനിലേക്ക് വന്ന കാലമാണ്. അപ്പം ആകാശവാണിയിലുള്ളപ്പോൾ തന്നെ ഈ വേണുവിന് എസ് വേണു എന്ന് പറഞ്ഞ ആളെയൊക്കെ അറിയാം. അതുകൊണ്ട് നമുക്ക് ദൂരദർശനിൽ പോയി കാണാം എന്നൊക്കെ പറഞ്ഞ് ഈ തിരക്കഥയായതുമായിട്ട് ഞാൻ ഒരു ദിവസം ഞാനും ഈ മാത്യുവിനെയും പിടിച്ചു. സിനിമയായിട്ട് ഏക പരിചയമുള്ള ഒരാളാണ് ഈ തോമസ് പാലയും ഞാനും കൂടെ. ഞങ്ങൾ 3 പേരും കൂടെ പെട്ടിയൊക്കെ ആയിട്ട് തിരുവനന്തപുരത്തിന് പോകാൻ തീരുമാനിച്ചു. ഇത് ഞാൻ ഫാദറിൻ്റെ അടുത്ത് പറയുന്നില്ല. പക്ഷെ മാത്യു രഹസ്യമായിട്ട്, മാത്യു ഫാദറിന്റെ എംപ്ലോയി ആണല്ലോ, പ്രസിലെ ജോലിക്കാരനാണല്ലോ, പുള്ളിക്ക് ലീവ് എടുക്കണം ചോദിക്കണം. അപ്പൊ മാത്യു പറയുമ്പോൾ പുള്ളി അറിഞ്ഞോളൂ എന്നുള്ള ഭാവത്തിൽ ഞാനും അങ്ങനെ നിൽക്കുകയാണ്. നേരിട്ട് പോയി ഇതൊക്കെ പറയാനൊരു പേടി. അങ്ങനെ ഒരു ദിവസം 2 ദിവസം അവധി അടുപ്പിച്ച് വന്ന ഏതോ ഒരു ദിവസം ഞാനും മാത്യുവും തോമസ് പാലായും കൂടെ കോട്ടയത്ത് നിന്ന് ഒരു ട്രെയിനിൽ കയറി, എക്സിക്യൂട്ടീവ് എക്സ്പ്രസ്സോ എന്തോ വഞ്ചിനാടോ ഏതോ ഒരു രാവിലത്തെ ഒരു ട്രെയിനുണ്ട് 6 മണിക്കെത്തുള്ള. ഇത് കയറി തിരുവനന്തപുരത്ത് ചെല്ലുന്നു. തിരുവനന്തപുരത്ത് ചെന്ന് ആദ്യം ആകാശവാണിയിലെ തോമസ് പാലയ്ക്ക് പരിചയമുള്ളൂ. ആദ്യം ആകാശവാണി ചെല്ലുന്നു. അവിടെ ആരെയൊക്കെ പരിചയക്കാരെ കാണുന്നു. അവരെ കൊണ്ട് എസ് വേണുവിനെ വിളിച്ച് പറയിപ്പിക്കുന്നു. ആകാശവാണിയിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങുമ്പോൾ എന്തോ ഒരു കുഴപ്പം പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. നോക്കുമ്പോൾ ഈ സ്ക്രിപ്റ്റ് വെച്ചിരുന്ന പെട്ടി കാണുന്നില്ല. അയ്യോ, ആദ്യത്തെ സ്ക്രിപ്റ്റ് പോയി. അപ്പം ഞങ്ങൾ 3 പേരും കൂടെ ആലോചിച്ച് എവിടെ നമ്മൾ കൊണ്ടുപോയി വെച്ചേ. അപ്പോഴാണ് പിടിത്തം കിട്ടിയേ. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആകാശവാണിയിലേക്ക് വന്ന ഓട്ടോറിക്ഷയിൽ ഞങ്ങൾ 3 പേരും കൂടി ഇരുന്നു. ഓട്ടോറിക്ഷക്കാരൻ്റെ പൈസയും കൊടുത്ത് ഇറങ്ങി ഇങ്ങനെ പോകുന്നു. ഈ പെട്ടി പുറകിലാണ് വെച്ചത്. അത് എടുക്കാൻ മറന്നുപോയി. സ്ക്രിപ്റ്റിൻ്റെ പെട്ടി. സ്ക്രിപ്റ്റ് മാത്രമല്ല, എൻ്റെ തുണി അതിനകത്താണ്. അയ്യോ, ഒരാവേശത്തിലങ്ങ് പോയതാ. ഇതിനി എവിടെ കിട്ടും? അന്ന് മൊബൈൽ ഫോണോ ഒന്നും ഇല്ലല്ലോ. ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു മാർഗവും ഇല്ല. പോയി തീർന്നു. നമ്മുടെ ആദ്യത്തെ സംരംഭം പരാജയപ്പെട്ടു എന്ന് തീരുമാനിച്ചു. കാരണം സ്ക്രിപ്റ്റ് തന്നെ പോയി. ഇതിന്റെ ഫോട്ടോസ്റ്റാറ്റ് പോലും ഇല്ല ഞങ്ങളുടെ കയ്യിൽ. തിരിച്ചിനി പോകാം, അല്ല ഇപ്പം എന്താ ചെയ്യുക? റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാം. അവിടെ ചെന്ന് ഈ ഓട്ടോറിക്ഷക്കാരെ ഒന്ന് തപ്പാം. നമ്മൾ വിളിച്ച ഓട്ടോറിക്ഷക്കാർ ആരെങ്കിലും വന്നാൽ അറിയാം, അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാൻഡിൽ പറയാമല്ലോ, ചോദിച്ചാൽ കിട്ടുമല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഓട്ടോറിക്ഷ കയറി വരുന്നു. ഇയാൾ സ്റ്റാൻഡിൽ ചെന്ന് വേറെ ആരോ കയറി കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ ഇതിൻ്റെ പുറകിലൊരു പെട്ടി ഇരിക്കുന്നു എന്ന് പറഞ്ഞു. അയാൾ കണ്ടു, തിരിച്ചു കൊണ്ടുവരികയാണ്. വലിയ ആശ്വാസമായി. ഇയാളെ ഈ ഓട്ടോറിക്ഷയിൽ തന്നെ നമ്മൾ ദൂരദർശനിലേക്ക് പോയി, കൊടപ്പനക്കുന്നിലേക്ക് പോയി. അങ്ങനെ ആ സ്ക്രിപ്റ്റ് കിട്ടി. കൊടപ്പനക്കുന്ന് ചെല്ലുന്നു. കൊടപ്പനക്കുന്ന് ചെന്ന് അതൊക്കെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അത് കുറേ ആളുകളുണ്ട് അന്ന് സ്ക്രിപ്റ്റിൻ്റെ അപ്രൂവലിന് വേണ്ടിയിട്ട്, പെർമിഷന് വേണ്ടി. കാരണം അന്ന് സിനിമയല്ലാതെ മനുഷ്യന് ഒരു വിഷ്വൽ മീഡിയയിൽ ചെയ്യാവുന്ന ഏക പരിപാടി ദൂരദർശന് വേണ്ടി ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്ന എത്രയോ 1000 ആളുകൾക്ക് ആ അവന്യൂ ഒന്നുമില്ലെന്നിരിക്കട്ടെ, അവർക്ക് ഒരു ദൂരദർശൻ എന്ന് പറയുന്ന ഒരു ചാനലിൽ നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു പരിപാടി അവരുടെ നിബന്ധനകൾക്കനുസരിച്ച് ഉണ്ടാക്കി കൊടുത്താൽ അത് ടെലികാസ്റ്റ് ചെയ്യുന്ന ഒരു സാധ്യത മാത്രമേ ഉള്ളൂ എന്നെങ്കിൽ എന്തായിരിക്കും അവിടുത്തെ തിരക്ക് പിടി ഒന്ന് ചെയ്ത് ചോദിക്കുക. ഒരു പൈസ നമുക്ക് കിട്ടില്ല. സ്പോൺസേഴ്സിനെ കണ്ടുപിടിച്ചുകൊണ്ട് വരച്ചുണ്ടാക്കിക്കോളം ചെയ്യണം. അവർ അനുവാദം തരിക മാത്രം ചെയ്യും. ഇതാണ് 90കളുടെ ആദ്യത്തെ ദൂരദർശൻ. അത്രയേറെ ആളുകൾ നിൽക്കുമ്പോൾ കാണുന്നതെല്ലാം ചെറിയ ആൾക്കാരല്ല, വളരെ പ്രശസ്തരായ ആളുകളാണ്. കാവാലം നാരായണ പണിക്കരയിലെ കയറി ഇറങ്ങുന്നുണ്ട്, നെടുമുടി വേണുവിലെ കയറി ഇറങ്ങുന്നത് കാണാം, സക്രിയയിലൂടെ പോകുന്നത് കാണാം, ജഗന്നാഥൻ ചേട്ടൻ. ഇവരൊക്കെ ഇതുപോലെ അവസരങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ദൂരദർശനിലെ ഒരു പരിപാടിക്ക് വേണ്ടിയോ വരികയോ പോവുകയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് പ്രീ ഡിഗ്രിക്കാരൻ ഇങ്ങനെ പോയി അതിൻ്റെ ക്യൂവിൻ്റെ ഏറ്റവും പുറകെ പോയി നിൽക്കുന്നത്. കുറേ നേരം നിന്നു. അവസാനം
ഈ എസ് വേണു വിളിപ്പിച്ചു, ഞങ്ങൾ കയറി ചെല്ലുന്നു, ഈ സ്ക്രിപ്റ്റൊക്കെ എടുത്ത് കാണിച്ചു കൊടുത്തു. ഇതൊക്കെ വായിച്ചിട്ടുള്ള പറഞ്ഞു ഇങ്ങനെയൊന്നും നല്ല സാധനം കേട്ടോ. ഒന്ന് ഇതിൻ്റെ ഒരു 7 കോപ്പി വേണം, പിന്നെ ഇന്ന സാധനം വേണം, പിന്നെ എന്തോ ഒരു സാധനം എഴുതിക്കൊണ്ട് വരണം. അവസാനം കുറേ ലിസ്റ്റ് ഇപ്പോൾ തോമസ് പാലായുടെ ഇതെല്ലാം ഏൽപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ചെയ്യാം, നാളെ തന്നെ വേണേൽ കൊണ്ടുവരാം. നാളെ തന്നെ കൊണ്ടുവന്നാൽ നല്ലത്, ഇല്ലെങ്കിൽ നിങ്ങൾ പോയിട്ട് പയ്യെ വന്നാലും മതി എന്നൊക്കെ പറഞ്ഞു. അപ്പം എനിക്കൊരു വാശി, നമുക്കത് തീർത്ത് കൊടുത്തിട്ട് പോകാം. ഏതായാലും എൻ്റെ പ്രതീക്ഷ ഇരിക്കുന്നത് വെച്ചാൽ ഇതങ്ങ് കൊടുത്താൽ പിറ്റേ ദിവസം രാവിലെ പെർമിഷൻ കിട്ടുകയും മറ്റന്നാൾ രാവിലെ നമുക്ക് ഷൂട്ടിംഗ് കൊടുക്കുകയും അതിന് കാശ് മുടക്കാൻ ആളൊക്കെ വരികയും ചെയ്യുന്നുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ടൗണിലേക്ക് വരുന്നു. ആ ടൗണിലേക്ക് അറിയാമല്ലോ, കുടപ്പനക്കുന്ന് ഇവിടെ വരണമെങ്കിൽ തന്നെ ഇന്ന് കുറച്ചുകൂടെ അടുത്തായിട്ട് നമുക്ക് തോന്നും. പക്ഷെ അന്നതല്ല, ഒരു വനത്തിനകത്തോട്ട് പോകുന്ന പോലെ, ഒരു അവികസിതമായ പ്രദേശമാണ് അവിടെ എല്ലാം. ആ കുന്നിൻ്റെ മുകളിൽ കയറി ചെല്ലണം. അതിൻ്റെ പകുതി ദൂരമൊക്കെ ഓട്ടോറിക്ഷ കയറും. പിന്നെ നമ്മൾ ഗേറ്റിൽ അവിടെ സെക്യൂരിറ്റിയുടെ അവിടെ എഴുതി കൊടുത്ത് പിന്നെ നടന്ന ഉള്ളിലേക്ക് കയറി പോകണം. തിരിച്ചു വരുന്ന CP സത്രം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അന്ന്. ഇപ്പം അതില്ല. റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ മുന്നിൽ, റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് തന്നെ ഒരു ലോഡ്ജ്, ഒരു സത്രം പോലെ പണ്ട് CP പണിയിപ്പിച്ചായിരിക്കണം, CP സത്രം എന്നാണ്. അതിൻ്റെ മുകളിൽ താമസിക്കുന്നു. അവിടെ താമസിച്ചുകൊണ്ട് തന്നെ രാത്രി ഉള്ളിയിരുന്ന് എഴുതുന്നു. ഞാനും മാത്യുവും പുറത്ത് അതിൻ്റെ വരാന്തയിൽ, മുകളിലത്തെ നിലയില്ല, ഫസ്റ്റ് ഫ്ലോറിലാണ്. അപ്പോൾ ഈ വരാന്തയിൽ ഈ അരഭിത്തിയുണ്ട്, അതിൻ്റെ മുകളിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്നിട്ട് കഥയും പറഞ്ഞങ്ങനെ ഇരിക്കുകയാണ്. പുള്ളിയെ എഴുതാൻ വിട്ടിരിക്കുന്ന അകത്ത് പുള്ളി ഇരുന്ന് രാത്രി ഇരുന്ന് എല്ലാം തിരുത്തുന്നു, അല്ലെങ്കിൽ എഴുതുന്നു. അപ്പം ഞങ്ങളിങ്ങനെ ഇരുന്ന് താഴെ, അപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ, ഈ CP സത്രത്തിൻ്റെ മുമ്പിൽ അക്കാലത്ത് രസകരമായ കുറേ കാഴ്ചകളുണ്ട്. ഓട്ടോറിക്ഷ സ്റ്റാൻഡൊക്കെ ഉണ്ട്. അപ്പോൾ ഒത്തിരി രാത്രി ജീവികൾ അവിടെ വരും. വില പറയൽ, അങ്ങോട്ടും ഇങ്ങോട്ടും കാശ് കൈമാറൽ, അതിനുശേഷം ഒരാളെ ഒരു ഓട്ടോറിക്ഷ കൂട്ടിക്കൊണ്ട് ഒരാൾ കൊണ്ടുപോകുന്നു, അടുത്തയാൾ വരുന്നു. ഇങ്ങനെ ഈ ജീവിതമൊക്കെ നമ്മൾക്ക് അന്നൊരു പ്രീഡിഗ്രിക്കാരൻ ഇതെല്ലാം അതിശയമാണ്. പ്രത്യേകിച്ച് ഈ ഗ്രാമത്തിൽ നിന്ന് ഞെട്ടുകയാണ്. അപ്പൊ മാത്യു ഇതിന്റെ സാങ്കേതിക വശങ്ങളും ഒക്കെ പറഞ്ഞു തരികയാണ്, നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇതിങ്ങനെയാണ്, ഇതിങ്ങനെ കൊണ്ടുപോകും, അത് കഴിച്ചു കഴിയുമ്പോൾ അടുത്തയാൾ വരും. അപ്പോൾ ട്യൂഷൻ, ജീവിത പാഠങ്ങൾ പറഞ്ഞു തരികയാണ്. ആദ്യത്തെ ഒരു കൾച്ചറൽ ഷോക്ക് അതായിരുന്നോ? കൾച്ചറൽ ഷോക്ക് എന്ന് പറയാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്നു, കേട്ടിട്ടും അറിഞ്ഞിട്ടും ഒക്കെ. നമ്മൾ വായനയുണ്ടല്ലോ, ഈ ഹൈസ്കൂളിലൊക്കെ പഠിക്കുമ്പോഴും വായനയുള്ളത് കൊണ്ട് നമുക്ക് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ലോകത്തുണ്ടെന്നറിയാം. പക്ഷേ ഇത് കാണുന്നത്, അനുഭവിക്കുന്ന ജീവിതത്തിൽ ആദ്യമായിട്ടപ്പോഴാണ്. പിറ്റേ ദിവസം അത് കൊണ്ടുപോയി കൊടുക്കുന്നു, അറിയിക്കാന്ന് പറഞ്ഞു വിടുന്നു. മാസങ്ങൾ കടന്നു പോകുന്നു. കുറേ മാസങ്ങൾ കഴിയുമ്പോൾ നമുക്കൊരു കത്ത് ദൂരം. വീട്ടിൽ പ്രശ്നമൊന്നും ഉണ്ടായില്ലേ ഈ 2 ദിവസം മാറി എന്നിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക്? ഇല്ല, ഫാദർ ഇത് അറിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഫാദർ ഇത്രയേ അതിനകത്ത് ചിന്തിക്കുന്നുള്ളൂ, ഇവനൊരു ജീവിതത്തിലൊരു അനുഭവം, എന്തെങ്കിലും ഒക്കെ പുറമൊക്കെ കണ്ടിട്ട് വരട്ടെ, എന്തും നടക്കട്ടെ എന്നുള്ളൊരു ഭാവത്തിലാണ്. ചില പരീക്ഷണങ്ങളൊക്കെ നമ്മൾ നടത്തുന്നതിന് വീട്ടിൽ വലിയ എതിർപ്പുകളില്ല. എന്നാൽ നമ്മൾ വലിയ അതിസാഹസത്തിന് പോകുന്നതാണെങ്കിൽ പ്രശ്നം ഉണ്ടാവുമെങ്കിലും ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു ജീവിതത്തിലൊരു അനുഭവം നേടി 2 പരാജയം കഴിഞ്ഞ് അവൻ പഠിക്കുമല്ലോ, അങ്ങനെ ഒരു ചിന്തയിലാണ്. അങ്ങനെ മാസങ്ങൾ കഴിയുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം എനിക്ക് ദൂരദർശനിൽ നിന്നൊരു കത്ത് വരികയാണ്. അതിൽ സീലുണ്ടല്ലോ, ദൂരദർശൻ കേന്ദ്രം തിരുവനന്തപുരം എന്നുള്ളത് കൊണ്ട് സന്തോഷ് ജോർജ് ആ കത്ത് കിട്ടുന്നു. അപ്പോൾ ഇത് കൊണ്ടുവന്ന് തരുന്നത്, ഞാൻ ഒരു പാലക്കോളേജിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പാലക്കോളേജ് എന്ന് പറഞ്ഞാൽ സ്വന്തം പിതാവിൻ്റെ പാലക്കോളേജ്. ആ പുള്ളി എന്നെ കോളേജ് വിട്ടില്ല. ആ കഥയൊക്കെ ഞാൻ പണ്ട് വേറെ പറഞ്ഞിട്ടുള്ള. വേറെ കോളേജിൽ പോയാൽ ഞാൻ ഉഴപ്പും എന്നും, തന്നെയല്ല നമ്മുടെ പ്രസിദ്ധീകരണ സ്ഥാപനത്തിലെ ജോലിയിൽ നിന്ന് ഞാൻ വിട്ടു നിൽക്കുമെന്നൊക്കെ ഉള്ളത് കൊണ്ട് പുള്ളി ബുദ്ധിപൂർവ്വം ഇട്ടതാണ് എന്നെ പാലക്കോളേജിൽ. അതിവിടെ തന്നെ, അല്ലല്ല ആർട്സ് കോളേജ് എന്നായിരുന്നു മരങ്ങാട്ടുപള്ളി, അതിനകത്തായിരുന്നു. അപ്പോൾ അവിടേക്കാണ് ഇതും കൊണ്ട് വരുന്നത്, ഈ കത്ത്. അപ്പോൾ അവിടെ വെച്ച് ഞാൻ പൊട്ടിച്ചില്ല, പയ്യെ പുസ്തകത്തിനകത്ത് തട്ടി. കാരണം ഇതെന്താണെന്ന് അറിയത്തില്ല, കാരണം കൂട്ടുകാരൊന്നും അറിയേണ്ട കാര്യമില്ല. ഞാൻ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനായിട്ട് ഈ പ്രസ്സിലേക്കാണ് വരുന്നത്. അവിടെ നിന്ന് ഊണ് കഴിക്കാനായിട്ട് വരുമ്പോൾ തന്നെ രഹസ്യമായിട്ട് മാറുന്നത് പൊട്ടിച്ചു വായിച്ചു. സംഭവം ഇത്രയേ ഉള്ളൂ, താങ്കളുടെ സ്ക്രിപ്റ്റ് സംപ്രേഷണ യോഗ്യമല്ലാത്തതിനാൽ തിരസ്കരിക്കുന്നു. വളരെ സിമ്പിളായ കാര്യങ്ങൾ. താങ്കൾക്ക് സ്ക്രിപ്റ്റ് തിരിച്ചു വേണമെന്നുണ്ടെങ്കിൽ ഇത്ര പൈസയുടെ സ്റ്റാമ്പ് അയച്ചാൽ തിരിച്ചു തരാം, ഇല്ലെങ്കിൽ അവിടത്തെ വേസ്റ്റ് വിട്ട കിടക്കും എന്നായിരിക്കുമല്ലോ ബാക്കി. ഞാൻ തിരിച്ചു മേടിക്കാനൊന്നും പോയില്ല. അതോടെ ആ ഒരു വലിയ ആവേശം അങ്ങ് തുടങ്ങി. പിന്നെ പ്രീ ഡിഗ്രി കഴിഞ്ഞു, പിന്നെ ഡിഗ്രി ആയി. പിന്നെ ഡിഗ്രിക്ക് പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ കാര്യങ്ങളാണ്. ഡിഗ്രി കാലത്ത് നമുക്ക് ഈ സ്വപ്നമുള്ളിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഈ ഡിഗ്രി തിരഞ്ഞെടുക്കുന്നത് തന്നെ ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ്. അതിൻ്റെ കാരണം ഇതാണ്, എനിക്ക് മാധ്യമങ്ങൾ പ്രവർത്തനമാണ് എനിക്ക് വേണ്ടത്, പ്രത്യേകിച്ച് ദൃശ്യമാധ്യമം. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് ഏതായാലും പോകണം. അപ്പോഴെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡിഗ്രി കാലത്ത് ആകുമ്പോഴത്തേക്കും നമ്മുടെ പ്രസിദ്ധീകരണം കുറച്ചുകൂടി ഒന്ന് വളർന്നു. അപ്പോൾ മരങ്ങാട്ടുള്ളിൽ പ്രിൻറ്റിങ് തീരാതായി, എറണാകുളത്തൊക്കെ പ്രിൻറ്റിങ് ആവും. അപ്പോൾ ഈ കോളേജിൽ നിന്ന് ഇനി ഞാൻ
കോളേജിൻ്റെ താഴേക്ക് കുറവലങ്ങാട് ദേവമാതാ കോളേജിലാണ് പഠിക്കുന്നത്. കുറവലങ്ങാട് വഴിയാണ് എറണാകുളത്തിന് പോവുക മരങ്ങാട്ടുപള്ളിയിൽ നിന്ന്. അക്കാലത്ത് ഒരു ടെമ്പോ വാനുണ്ട്, ഈ ചരക്കൊക്കെ കൊണ്ടുപോകുന്ന ടെമ്പോ വാൻ. അപ്പോൾ അതിലാണ് പ്രിൻ്റ് ചെയ്ത സാധനമൊക്കെ കൊണ്ടുവരുന്നത്. ഞങ്ങൾ അങ്ങോട്ട് പ്രസ്സിലേക്ക് സാധനം കൊണ്ടുപോകുന്നതൊക്കെ. ഇത് കോളേജിൻ്റെ താഴെ വരും. മനോജ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ മാനേജർ, പുള്ളിയാണ് ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാനും ചെന്ന് അതേ കയറും. എന്നിട്ട് രാത്രി പ്രസ്സിലേക്ക് പോകും. രാത്രി മുഴുവൻ പ്രിൻറ്റിങ്, വെളുപ്പാൻ കാലാകുമ്പോഴത്തേക്കും തിരിച്ചു വരും. കൊച്ചിയിൽ നിന്ന് തിരിച്ചു വരും. പ്രിൻറ്റിങ് അവിടെ നടക്കുന്ന സമയത്തെ നമ്മുടെ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിയും പരിസരത്ത് അക്കാലത്ത് കുറേ സിനിമകളുടെ ഷൂട്ടിംഗ് നടക്കും. എവിടെയൊക്കെയാണ് ഷൂട്ടിംഗ് ഉള്ളതെന്ന് അന്വേഷിക്കും. രാത്രി ഷൂട്ടുള്ളത്. അപ്പോൾ ചില വഴിയിൽ സ്റ്റണ്ട് സീൻ ഷൂട്ട് ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ ചില റെസ്റ്റോറൻറ്റിൽ നൈറ്റ് സീനുകൾ ഷൂട്ട് ചെയ്യുന്നുണ്ടാവാം, ചില ഹൈവേകളിൽ ചില ഷൂട്ട് ഉണ്ടാവാം. മാസത്തിൽ 2-3 എണ്ണം എവിടെയെങ്കിലുമൊക്കെ കാണും കൊച്ചിയുടെ പരിസരത്ത്. അപ്പോൾ അന്ന് ഈ ലോ ബഡ്ജറ്റ് സിനിമകൾ ധാരാളം ഷൂട്ടിംഗ് നടക്കുന്ന ഒരു കാലമാണ്. മിമിക്സ്കാരൊക്കെ സിനിമയിലേക്ക് വന്നത്. എക്സാക്ട്ലി. അപ്പോൾ അതെല്ലാം കൊച്ചി ബേസ്ഡ് ആയിട്ടാണ്. അപ്പോൾ അതെല്ലാം അതിൻ്റെ ഷൂട്ടിംഗ് കാണുമ്പോൾ അപ്പോഴാണ് നമ്മൾ ശരിക്കും ഒരു ലൊക്കേഷനിൽ എങ്ങനെയാണ് ഷോട്ടുകൾ ഡിവൈഡ് ചെയ്ത് ഷൂട്ട് ചെയ്യുന്നത്. നമുക്ക് ഇവരെ കാണാൻ, താരങ്ങളൊന്നും നമുക്ക് കാണാൻ ഒരു ആഗ്രഹമില്ല, ആവേശവുമില്ല. എങ്ങനെയാണ് ഇവർ ഷൂട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു സീൻ ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് ഇവർ ലൈറ്റപ്പ് ചെയ്യുന്നത്, നമുക്കിതാ കാണണ്ടേ. അപ്പോൾ അത് രാത്രിയിൽ അത് കാണും. ചില സിനിമകൾ കാണും, പ്രൊഡക്ഷൻ നടത്തും, പ്രൊഡക്ഷൻ്റെ ഫോളോ അപ്പ് നടക്കും, പ്രിൻ്റ് ചെയ്തെല്ലാം കയറ്റിക്കൊണ്ട് തിരിച്ചു വരും. ഇങ്ങനെ ശനി ഞായറും ഒക്കെ എറണാകുളത്ത് തന്നെയായിരിക്കും ഫുൾ ടൈം. പേപ്പർ അറേഞ്ച് ചെയ്യുക, പേപ്പർ മില്ലുകളും അല്ലെങ്കിൽ പേപ്പർ സപ്ലയേഴ്സുമായിട്ടുള്ള ഇടപാടുകൾ നടത്തുക, പ്രസ്സുകളുമായിട്ടുള്ള ബന്ധം ഉണ്ടാക്കുക. ഇങ്ങനെ പ്രൊഡക്ഷൻ്റെ സർവ്വ മേഖലയിൽ അങ്ങനെ മുഴുകും. ലേബറിൻ്റെ ഇടെ അങ്ങനെ ഇതിങ്ങനെ ജീവിതം പോകുന്നു. ഡിഗ്രി കഴിയുന്നു, അടുത്തത് എന്തെന്ന് തീരുമാനമാകുന്നു. അപ്പോഴത്തേക്കും MCJ, മാസ്റ്റർ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസത്തിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. അങ്ങനെ മധുര കാമരാജ് യൂണിവേഴ്സിറ്റിക്ക് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ മദ്രാസിലാണ് അതിൻ്റെ ബാക്കി ക്ലാസ്സുകൾ മുഴുവൻ. അവിടെ വെച്ച് കുറേ പ്രതിഭാശാലികളെ പരിചയപ്പെടുന്നു. അവർ ഈ പ്രാക്ടിക്കൽ ക്ലാസ്സുകളെല്ലാം ഭാഗ്യവശാൽ മദ്രാസിലെ ദൂരദർശൻ, മദ്രാസിലെ AVM സ്റ്റുഡിയോ, മദ്രാസിലെ പ്രഗത്ഭരായ ആളുകൾ, അന്നത്തെ സിനിമയിലെ ഏറ്റവും പ്രശസ്തരായ ആളുകൾ, ഇവരെയൊക്കെ കൊണ്ടുവന്ന് ക്ലാസ്സുകൾ എടുപ്പിക്കുന്ന ഒരു കാലമായിരുന്നു. അത് ഈ കോഴ്സൊക്കെ തുടങ്ങി വരുന്നൊരു കാലവും കൂടെ ആയിരുന്നതുകൊണ്ട് ആവാം. ഫസ്റ്റ് ബാച്ചാണോ? അല്ലല്ലോ, ഫസ്റ്റ് ബാച്ചാ. ഫസ്റ്റ് ബാച്ചിന് ഒരു ഗുണമുള്ള എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ കുറേ ഇത് കിട്ടും. അതെ. ബി ലെനിൻ അന്നത്തെ പ്രശസ്തനായ എഡിറ്ററാണ്. ബി ലെനിന്, അതുപോലെ SP മുത്തുരാമൻ എന്ന് പറയുന്ന അന്നത്തെ പ്രശസ്തനായ സംവിധായകൻ, ഇവരൊക്കെയാണ് നമുക്ക് ക്ലാസ് എടുക്കുന്നത്. അതുപോലെ ഒത്തിരി സിനിമകളുടെ ഷൂട്ട് നടക്കുന്നത്, ഇതെല്ലാം പരിചയിക്കാനുള്ള സൗകര്യമായി. പിന്നെ ദൂരദർശനിൽ കുറേ ദിവസങ്ങളോളം ഞങ്ങൾക്ക് അസൈൻമെൻറ്റ്സ് കിട്ടുന്നു. സന്തോഷ് ഇപ്പം പറഞ്ഞത് എന്നെ നഷ്ടപ്പെട്ടവരുടെ സംഘഗാനത്തിലെ കൊച്ചമ്മ പറഞ്ഞ ഡയലോഗാണല്ലോ. അതേ തമാശ ആ നോവല്. ഇല്ല, അത് ഞാൻ എഴുതിയില്ല, എഴുതാൻ പോകുന്നേ ഉള്ളൂ. ഒരു ഗംഭീര കഥ പറയുന്നു. ഈ കഥ MDയുടെ കയ്യിലുണ്ട്. MD എഴുതി കഴിഞ്ഞിരിക്കുന്നു. അത് നമുക്ക് ചെയ്യാം. നമുക്കന്ന് എക്സൈറ്റഡ് ആയി ആ കഥ കേട്ടിട്ട്. കുറിയടത്ത് താത്രി എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ കഥയാണ് ഈ പറയുന്നത്. ഒരു ഓട്ടോറിക്ഷ വിളിക്കുന്നു, കണ്ണമ്മൂലയുള്ള മധുസാറിന്റെ വീട്ടിൽ ചെല്ലുന്നു. ഞാൻ ചെയ്യാം, ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു കഥയൊക്കെ. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്, 12 മണി കഴിയാതെ ഇങ്ങോട്ട് ആരും വന്നേക്കരുത് അഭിനയിക്കാൻ. ഈ ഡബ്ബിംഗ് എല്ലാം കഴിഞ്ഞു, ഇനി മ്യൂസിക്കാണ്. നമുക്ക് ദേവരായ മാഷെ കൊണ്ട് ചോദിച്ചാലോ? ഇയാൾ എന്താ ഈ പറയുന്നത്? ദേവരായ മാഷെ കൊണ്ട് ടെലിഫിലിം മ്യൂസിക്കോ? ഒരു ഓട്ടോറിക്ഷയൊക്കെ വിളിച്ച് ദേവരായ മാഷയുടെ വീട്ടിൽ ചെല്ലുകയാണ്. ലോഡ്ജ് അടിച്ചു വരാൻ വരുന്ന ഒരു സ്ത്രീയുണ്ട്. അവര് രാവിലെ അവരുടെ വീട്ടിൽ നിന്ന് ചില സാധനം കൊണ്ടുവരും. അതാണ് ഞങ്ങൾ കഴിക്കുന്നത്. ഒരാഴ്ച അങ്ങനെ കുടുങ്ങി കിടന്നതിനകത്ത്. കനകലതേ ഞാൻ എന്താണ് വിളിക്കേണ്ടത്? കനകെ എന്ന് വിളിക്കണോ, ലതേ എന്ന് വിളിക്കണോ? ഉടനെ കനകലത പറയുന്നു, എന്നാ പിന്നെ ലത എന്ന് വിളിച്ചോളൂ. ഇല്ല, ലത എന്ന് ഞാൻ മറ്റൊരു കുട്ടി ഇന്നലെ വിളിച്ചു പോയി. പ്രസിന്റെ ചില്ലെല്ലാം പൊട്ടി തകർന്നു വീഴുന്നു. വലിയൊരു ബഹളം ആ തെരുവിലൂടെ കടന്നു പോകുന്നു. പന്തമൊക്കെ ആയിട്ട് പോകുന്നു. ഇതെന്താ സംഭവം നമുക്ക് പിടുത്തം കിട്ടില്ല. ഇത്തിരി കഴിഞ്ഞപ്പം പ്രസിലെ ജോലിക്കാർ വന്നിട്ട് പറഞ്ഞു, രാജീവ് ഗാന്ധി ഇരണ്ട് പോച്ച്. നിങ്ങളുടെ സ്വപ്നത്തിലെ ആ യാത്രയ്ക്കായി ഇനി ഒരുങ്ങാം. യൂറോപ്പിന്റെ ഹൃദയഭൂമിയിലൂടെ 13 ദിവസത്തെ സഞ്ചാരം. പ്രമുഖമായ 10 രാജ്യങ്ങളിലൂടെയുള്ള യാത്ര. ഫ്രാൻസിലെ പാരീസ് എന്ന സ്വപ്ന നഗരം, ഈഫൽ ഗോപുരത്തിന് മുകളിൽ നിന്നുള്ള കാഴ്ചകൾ, ബെൽജിയത്തിലെ അറ്റോമിയവും നഗരചത്തുരങ്ങളും, നെതർലാൻഡ്സിലെ സുന്ദര ഗ്രാമങ്ങളും ടുലിപ്പ് ഗാർഡനുകളും, ജർമ്മനിയിലെ ബ്ലാക്ക് ഫോറസ്റ്റും റൈൻ റിവർ ക്രൂസും, സ്വിസ് ആൽപ്സിലെ ഹിമപർവ്വതങ്ങൾ, അതിനു മുകളിലേക്കുള്ള കേബിൾ കാർ യാത്ര, ലിച്ചൻസ്റ്റൈൻ എന്ന ആൽപൈൻ രാജ്യം, ഓസ്ട്രിയൻ ഗ്രാമഭംഗി,
സ്ലൊവേനിയയിലെ പ്രകൃതി അത്ഭുതങ്ങൾ, ഇറ്റലിയുടെ ചരിത്ര നഗരങ്ങളായ വെനീസും പിസയും ഫ്ലോറൻസും റോമും, പിന്നെ വത്തിക്കാനും അവിടുത്തെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയും. സഞ്ചാരത്തിന്റെ സൂപ്പർ ഹിറ്റായി മാറിയ ഈ യാത്രയിൽ പങ്കെടുക്കാൻ ഉടൻ തന്നെ വിളിക്കുക. ഫോൺ 75919 66600.